ഹായ് കൂട്ടുകാരെ, പെറ്റൽസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുഡിംഗ് റെസിപ്പിയും കൊണ്ടാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു പുഡിംഗ് ആണ്. മുട്ടയില്ലാത്ത ഒരു മുട്ട പുഡിംഗ് ആണിത്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. നമ്മൾ പലതരത്തിലുള്ള പുഡിംഗ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റ് ആണിത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കാണ്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ചൈന ഗ്രാസ് ആണ്, 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് മെൽറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തേക്ക് നമുക്ക് ആദ്യം പാലൊഴിക്കാം. നമുക്കതിക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാം. നമുക്കൊക്കെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. പഞ്ചസാര കുറച്ച് കൂടുതലായാലും നമുക്ക് തണുത്ത് കഴിയുമ്പോൾ മധുരം കറക്റ്റ് ആവും കേട്ടോ. പിന്നെ മധുരം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഇത് സ്റ്റവ് ഓൺ ആക്കിയിട്ട് ഞാൻ പാത്രം സ്റ്റൗക്ക് വെച്ചിട്ടുണ്ട്. ഇത് അടി പിടിക്കാതെ നല്ലോണം ഇളക്കി നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. നല്ലോണം വറ്റിച്ചെടുക്കണം എന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് പാല് കട്ടിയാവോളം ഒന്ന് തിളപ്പിച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ഇതിൽ ഞാൻ ഫ്ലേവറോ കളറോ ഒന്നും ചേർക്കുന്നില്ല. മുട്ട പുഡിംഗ് ആയതുകൊണ്ട് ആ ഒരു വെള്ള കളറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കുക, തിളച്ചു പോകാതെ ശ്രദ്ധിക്കാം. നമ്മളെ പാല് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാല് ഏകദേശം കുറുകിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് മതി. നമുക്ക് ഇതിൽ കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു പാകം മതി. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മളെ കുതിർത്ത് വെച്ച ചൈന ഗ്രാസ് ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാൻ ഡബിൾ ബോയിൽ ചെയ്യാതെ നേരിട്ട് തന്നെ ഗ്യാസിൽ വെച്ചിട്ടാണ് ഒന്ന് ഉരുക്കിയെടുക്കുന്നത്. ചൈന ഗ്രാസ് നല്ലോണം ഉരുക്കിയിട്ടുണ്ട്. നമുക്കിത് ചൂടായ പാലിന്റെ കൂട്ടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. രണ്ടും ഒരേ ടെമ്പറേച്ചർ തന്നെ ആവണം കേട്ടോ. ചൂടുള്ളതാണെങ്കിൽ ചൂടുക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിന്റെ ചെറിയ തരികളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നമുക്കതൊന്ന് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിന്റെ ചെറിയ തരികൾ ഉണ്ടായാലേ അതൊരു സെറ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും. ഇനി തരികൾ ഉണ്ടെങ്കിൽ അത് അരിപ്പി കൂടെ അരിച്ചെടുത്താലും മതി. നല്ലോണം ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്ത് ആക്കി കൊടുക്കുക. ഇതിന് പകരം ജലാറ്റിൻ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ ചൈന ഗ്രാസ് ആണ് ചേർത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിതൊക്കെ ശരിക്ക് അലിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് ഞാൻ ഈ ഓറഞ്ച് ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യണത് നമ്മൾ നേരിട്ട് ചേർക്കുമ്പോൾ ചിലപ്പോൾ കയ്പ്പ് വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഒന്ന് സോഫ്റ്റ് ആവോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം അത് സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള. അപ്പൊ അത്യാവശ്യം വെന്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതിന്റെ മുട്ടന്റെ ആ ഒരു മഞ്ഞ കരുവിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർക്കുന്നത്. ഇതിന് പകരം കസ്റ്റർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഓറഞ്ചാണ് ചേർക്കുന്നത്. നമുക്കിതൊന്ന് മുറിച്ചിട്ട് ഇതിന്റെ ഉള്ളില് അല്ലികളൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. അതിന്റെ വെള്ളഭാഗം എടുക്കരുത്, അത് കഴിച്ചു പോവും. നമുക്കിതിന്റെ അല്ലികള് ഒന്ന് അതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഞാനങ്ങനെ അല്ലികളൊക്കെ
സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു മിക്സിന്റെ ചെറിയ ബൗളിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ആ അല്ലികൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പേസ്റ്റ് ആക്കിയതാണ്. ഇതിക്ക് നമുക്ക് പാലിന്റെ മിക്സ്ചർ ഒഴിക്കാം, അല്ല ഞാൻ സെറ്റ് ആവൂല. ഞാൻ കുറച്ച് പാൽ മിക്സ് ഇതിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ മുട്ടന്റെ തോട് എടുത്തിട്ടുണ്ട്. നമ്മൾ കറി ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മുട്ടന്റെ തോടൊന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി തുടച്ച് വെച്ചാൽ മതി. ഞാനൊരു സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ടുള്ളത്. നമുക്ക് അങ്ങനത്തെ മുട്ടത്തോട് ഡയറക്റ്റ് നമ്മൾ പ്ലേറ്റിൽ വെക്കണമെങ്കിൽ അത് ചെരിഞ്ഞു പോവും. അപ്പൊ നമ്മൾ പുഡിങ്ങിന് ഷേപ്പില്ലാണ്ടായി പോവും. ഒരു സ്റ്റാൻഡിലാവുമ്പോൾ ശരിക്കും അവിടെ നിൽക്കും. ഇത് മുട്ട പുഡിങ് എന്ന് പറയാൻ കാരണം തന്നെ ഈ ഒരു ഷേപ്പാണ്, അല്ലാതെ മുട്ട നമ്മളൊന്നും ചേർക്കണില്ലല്ലോ. ഇതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് കൊഴിച്ചിട്ടോ എങ്ങനെയെങ്കിലും നമുക്കത് പുറത്തു പോകാതെ അതിൽ കൊഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് നമുക്ക് പാലിന്റെ മിക്സ് ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച ഓറഞ്ചിന്റെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഉള്ളിലൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ്. കഴിക്കുമ്പോഴും ടേസ്റ്റാണ്. പാലും ഓറഞ്ചിന്റെ നല്ലൊരു കോമ്പിനേഷനാണ്. വീണ്ടും നമുക്ക് ആ പാലിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നിറയെ ഒഴിച്ചു കൊടുക്കുക. മുട്ടന്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ പകുതിയായി പോകും മുട്ട. അങ്ങനെ ഓരോ മുട്ടത്തോടുക്കും നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കത് ആ ഒരു സ്റ്റാൻഡിൽ തന്നെ വെക്കുക കേട്ടോ. ഇത് നമുക്ക് ആകെ ഒരു 2.5 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിന്റെ താഴെ തന്നെ വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കരുത്. ഒരു 2.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് സെറ്റായി കിട്ടും. അപ്പൊ ഞാൻ എല്ലാം അങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ തോടൊന്ന് പൊട്ടിച്ചിട്ട് വേറൊരു പ്ലേറ്റിക്ക് മാറ്റാം. നമുക്ക് നമ്മളെ മുട്ട തൊലിച്ചെടുക്കണം അതേപോലെ തന്നെയാണ്. മുട്ട പുഴുങ്ങിയത് നമ്മൾ തൊലിച്ചെടുക്കൂലേ, അതേ ഒരു രീതിയിൽ തന്നെയാണ് ഇതും. ശരിക്കും നല്ല കറക്റ്റായിട്ട് പോരും, എവിടെ ഒട്ടൊന്നുമില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ പോരും. അങ്ങനെ എല്ലാം നമുക്കൊന്ന് തൊലിച്ചെടുക്കാം. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് തന്നെയാണ്. നല്ല മിൽക്ക് പുഡിങ്ങിന്റെ നല്ലൊരു ഫ്ലേവറാണ്. ഇതില് ഓറഞ്ച് ചെയ്യേണ്ടാത്തൊരു കസ്റ്റേർഡ് ഉണ്ടാക്കിയാൽ മതി. കസ്റ്റേർഡ് പുഡിങ് നമ്മൾ കസ്റ്റേർഡ് കുറുക്കിയെടുക്കൂലേ, ആ ഒരു മിക്സ് ആ മഞ്ഞക്ക് പകരം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെയെല്ലാം നമുക്ക് തൊലിച്ചെടുത്തിട്ടുണ്ട്. നമ്മള് ഒഴിച്ചെടുക്കുമ്പോ ഫുള്ളായിട്ട് ഒഴിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അതേപോലെ അങ്ങനെ ആയി പോകും. നമ്മൾ മുട്ടത്തോട് കുറച്ച് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഫുള്ള് ഒഴിക്കാൻ പറ്റൂല. ഈ ഒരു സൈസിലുള്ള ഈ ഒരു അളവില് ഈ ഒരു സൈസിലുള്ളത് നമുക്കൊരു 13-14 വരെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു സൈസിലുള്ള മുട്ടത്തോടാണെങ്കിൽ ഇത് നമുക്കൊരു പ്ലേറ്റിൽ എങ്ങനെ ഗാർണിഷ് ചെയ്യാൻ നോക്കാം. ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടേതായ ഇതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് ആക്കി വെക്കുന്നു മാത്രം. നമ്മളെ ആ ഒരു മഞ്ഞ ഭാഗം ഉള്ളിൽ കൂടെ കാണുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് തന്നെയാണിത്. ഷേപ്പിലും നല്ല ഡിഫറെന്റ് ആണിത്. അങ്ങനെ ഞാൻ ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല അടുത്ത് തന്നെ കാണാം. ഓക്കെ.